കൊച്ചുമോളെ പാപ്പച്ചി എന്താടി മോളെ ഇത്ര എന്റെ അമ്മയ്ക്ക് വണ്ടി വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോനെ. അപ്പച്ച നിങ്ങളെ ഒന്ന് കേട്ടി താമസിപ്പിച്ചിട്ട് ഇനി കയറി താമസിച്ചോണ്ടാ മതി. രാഗകാലത്ത് കയറി വന്നിരിക്കുന്നു. അമ്മച്ചിയെ സമയവും കാലവും ഒക്കെ നോക്കി നമ്മൾ എന്തൊക്കെ ചെയ്തു. നോക്കുന്നവർക്ക് ഇതെല്ലാം തത്വം, അല്ലാത്തവർക്ക് എന്നാ മേമേ മഹാങ്ങാത്തൊലി. തലയിലെഴുത്ത് തമ്പുരാൻ കർത്താവിനെ മാറ്റാൻ നോക്കും അല്ലേ ഐസക്കെ? ആ തലയിലെടുത്തെന്ന് പറഞ്ഞ കറക്റ്റാ. ഒരിക്കൽ എഴുതി പോയോ അനുഭവിച്ചേ തീരും. നിനക്കെല്ലാം കൊണ്ടും നല്ല വീടാ ഇത്. പാലിറങ്ങിയ കൊച്ചുമോക്ക് കോളേജ്, നിനക്കാണെങ്കിൽ മുറ്റത്ത് പള്ളി. പെണ്ണമ്മേ, സാർ പെണ്ണമ്മേ, എവിടെയുണ്ട്? ഞാൻ എവിടെയാണ് സാർ? ചേട്ടത്തിക്ക് എന്നാത്തിന്റെ കുറവാ? നീ എവിടുത്തെയാ? പഴമുണ്ടല്ലേ കാരമോളല്ലേ? അതെ. എന്റെ കുരിശുമേ കർത്താവേ, കല്യാണത്തിന് എങ്ങനെ ഇരുന്ന പെണ്ണാ നീ? അങ്ങ് കൊഴുത്ത് ചീർത്ത് പോയല്ലോടി. കാണുമ്പോഴൊക്കെ തോന്നാറുണ്ട് ഒന്ന് മിണ്ടണമെന്ന്. പള്ളി കഴിഞ്ഞാകാമെന്ന് വെച്ചാ മരിച്ചറിയിക്കാൻ പോണ ഓട്ടോ അല്ലയോ നിന്റെ? നിനക്കെന്നെ മനസ്സിലായോ? എടി വച്ച ഞാൻ ഇരുമ്പന്റെ അടുത്തയാ. നിന്റെ വകയിലൊരു കുഞ്ഞളയമ്മയാ, തെറുതി കുഞ്ഞളയമ്മ. പൈലിപ്പാപ്പന്റെ ടെററി. പിന്നെ ആമ്പർണനോട് എന്നാ എടുക്ക? മെഡിക്കൽ കോളേജിലെ ഡോക്ടറാ. ഐസക് പീറ്റർ, സൈക്കാട്രിസ്റ്റ് അല്ലേ? ഞാനറിയും. എങ്ങനെ അറിയും? അയ്യോ, ഞങ്ങളൊന്നിച്ച് ഒരേ കോളേജിലായിരുന്നു. അത് ശരി. ട്രിവാൻഡ്രത്തായിരുന്നില്ലേ? അതെ. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയില്ലേ? അതെ. ഐസക് ഉണ്ടോ വീട്ടില്? ഉണ്ട്. എന്നാ എടുക്കുന്നു? തുടങ്ങി ഇവരുടെ നരപറി വേഷം കെട്ടല്. കെട്ടിക്കാൻ പ്രായമായ പെണ്ണു നിൽക്കുന്നു. ചെറുപ്പങ്ങളിൽ മനുഷ്യന് പ്രായമായെന്ന് വെച്ചാൽ പോരെ. ആ ഇടി പെണ്ണെ, മുഖം കഴിയും പൂട്ടിക്ക് പെടി നനയ്ക്കാൻ നോക്ക്. ചെല്ല്. ഇങ്ങനെ തുടങ്ങിയ ഇവിടെ ആരാ നിൽക്കുക? സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാ. ശരി, അതിന് ആ പെണ്ണിനെ എന്തിനു പൂട്ടിയിടുന്നു? പോകുമ്പോ അവളെ കൂടെ കൊണ്ടുപോയ പോരെ? അവൾ എന്ത് വിചാരിക്കും? അയ്യോ, അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ആരാണെന്ന് അവൾ അറിയാൻ നോക്കിയാൽ മതി. ഓഹോ, അപ്പൊ ഈ കണ്ട ജോലിക്കാരെല്ലാം എന്റെ ശല്യം മൂലം പോയതാ? അതെ, നിങ്ങളെ ദുർച്ചണ്ട ദുർനടത്ത. പിന്നെ മോളികൊക്കെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവള് കാണാൻ നീ എന്തെല്ലാം ചെയ്യുന്നു. ഇനി പറയാനുള്ളത് എന്തിനു മിച്ചം വയ്ക്കുന്നു? പറഞ്ഞോ.
പക്ഷെ ഒരു കാര്യം, അവള് നിന്നെ കണ്ടാ വളരുന്നത്. ഹും, എന്നെ കൊണ്ട് വളർന്നു. എന്താടി ഇട്ടിരിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പെട്ടിക്കോട്ട് ഇടാവുന്ന? പുതപ്പുണ്ടാക്കാൻ വേഷം കെട്ടുന്നു. എന്താ അമ്മ ഇത്? നിലത്ത് നിന്നേച്ചാ മതി. എന്തിനമ്മേ ചാച്ചൻ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ചാച്ചൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്തില്ല, കണ്ണാടി കുട്ടിക്കകത്ത് വെച്ചേച്ചാ മതി. ഉണ്ണിയാളച്ചൻ ഓ വന്നു. നോക്കണ്ട നോക്കണ്ട, പറഞ്ഞു കൊടുക്കായിരുന്നു. കണ്ടല്ലേ വളരുന്നേ, നോക്കുന്നു. യെസ് കം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ തിലകം വിളിച്ചിരുന്നു. എന്നിട്ടെന്താ എന്നെ വിളിച്ചില്ല? വിളിക്കാൻ മുകളിലേക്ക് വന്നതാ. കോൾ ദ പേഷ്യന്റ്. കഴിച്ചു. ഇടി പെണ്ണേ, ഇതൊന്ന് വേഗം ഇട്ടേച്ച് വന്നേ. ചൊല്ല്. എനിക്ക് കുറച്ച് വയ്ക്കാനുണ്ട് കേട്ടോ. ശരി. ഇതെന്തൊരു വേഷം കിട്ടിയിട്ടാണമ്മേ? ഓടെ അപ്പുറത്ത് തിരികെ പിടിച്ച ബ്ലൗസും നടപ്പും കാണുമ്പോ തീ തിന്നുന്നത് ഞാനാ. കൊച്ചമ്മേ, എന്താടി നിനക്ക് നല്ലപോലെ ചേരുന്നുണ്ട് പെണ്ണേ. ഓ അച്ഛമ്മ ഡ്രൈവറെ വിളിക്കും. കോൺഫറൻസ് കഴിയുന്നവരെ നിൽക്കണോ ഡോക്ടർ? ചിലപ്പോ നിൽക്കേണ്ടി വരും. ഹലോ, ഡോക്ടർ ഇല്ലേ അവിടെ? നിങ്ങൾ ആരാണ്? അദ്ദേഹം ഇല്ലേ അവിടെ? നിങ്ങൾ ആരാണെന്ന്? ഞാൻ കുമാരിയാണ്. കുമാരി. എന്നാച്ചേ ക്ലാറമ്മ കാത്താലേ? സ്വാമി പാട്ട് പഠിപ്പിക്കാൻ വന്നാ? അതെ. അങ്ങ് പഠിപ്പിച്ചേച്ച് പോവാൻ നോക്കണം. ആയിക്കോട്ടെ. രാധാ സംവേദ കൃഷ്ണ. സ്വാമി, ഇത് ക്രിസ്തീയ ഭവനമാണ്. ഇവിടെ കൃഷ്ണകൃഷ്ണ രാമരാമൊന്നും വേണ്ട. அதுக்கு நான் என்னம்மா பண்றது? உங்க ஜாதியிலே தியாகராஜர் தீட்சிதர் ஒன்றும் பிறக்கலையே. உங்க യേശുദാസൻ கூட இதுதான் பாடுறது. அவனும் கிறிஸ்டியானி. കൃഷ്ണ മുകുന്ദ മുരാരേ. ആഹാ, എന്നാലേ നാളെ മുതൽ കൃഷ്ണനെ രാമനെ ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. வேண்டா, நாளைக்கு எதுக்கு? இன்னைக்கே வேண்டாம். அம்மா, உங்களுக்கு அந்த பள்ளி பாட்டு தான் சரி. சின்ன பொண்ணே, நீ நாளையில இருந்து சர்ச்சில் போய் பாட்டு கத்துக்கோமா. மாமி, ക്ലാര മാമി, நான் வரட்டுமா? ഇയാൾ എന്താ പറഞ്ഞേ? മാമിയോ? ഞാനങ്ങനെ ഏർപ്പെടുത്തിയിരിക്കുന്നു പാട്ട് പഠിപ്പിക്കാൻ. ഇവിടെ ഒരു പാട്ട് പഠിത്തം. ഇങ്ങോട്ട് വരട്ടെ. ക്ലാരേ, എനിക്കിന്ന് രാവിലെ വന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്താരാ? എനിക്കറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? നീയല്ലേ ഇതൊക്കെ അറിയേണ്ടത്?
ആഹാ, നിങ്ങൾക്ക് വരുന്ന അവളുമാരുടെ എല്ലാം ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനിരിക്കാ ഞാൻ. ഏത് അവളുമാര്? നീ എന്തൊക്കെയാ ക്ലാരായി പറയുന്നത്? എല്ലാവർക്കും ഡോക്ടർ ഐസക്കിനെ മതി, അദ്ദേഹത്തെ മതി. അദ്ദേഹം ഒരു കുമാരി ഇറങ്ങിയിരിക്കുന്നു. ഞാനോ ക്ലാരാ മാമി. മാമി ആക്കിക്കോ. ആ സ്ത്രീ എന്റെ ഒരു പേഷ്യന്റിന്റെ സിസ്റ്ററാ. ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ അവർക്ക് എന്നെ വിളിച്ചുകൂടെ? അപ്പോയിന്റ്മെന്റ് പിന്നെ എന്തിനാ നിങ്ങൾക്കൊരു അച്ചാമ്മ? അതെങ്ങനെയാ? അവളോടൊപ്പം ചുറ്റാനല്ലേ നേരമുള്ളൂ. എടാ, ഇത് നല്ല ഏർപ്പാടാണല്ലോ. ഉള്ളത് പറയുമ്പോ അപ്പന്റെ നെറ്റി ചുളി പോടെ കണ്ണു കറി. ആഹാ, ഞാൻ എന്റെ വീട്ടിൽ പോവാനേ. ആഹാ, അത് കൊള്ളാം. പഴമുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരുടെ വീട്ടിൽ പെറ്റു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ കെട്ടിപ്പറിക്ക് വന്നതൊന്നുമല്ല. അപ്പം തന്നെ അന്തസ്സായിട്ട് പറഞ്ഞു വെച്ചാ. ആഹാ, നടത്തുന്ന ക്ലിനിക്കാരുടെയാ? വീടാരുടെയാ? അല്ല, കാരാരുടെയാ? എന്റെ അപ്പന്റെ വകയാ. എനിക്ക് വന്നതല്ല. എന്നിട്ട് അങ്ങേർക്കും മോൾക്കും എന്നാ വേണ്ട? എന്റെ ഒരു ഗതികേട്. പേരപ്പന്റെ മക്കളെല്ലാം അമേരിക്കയിലും ജർമ്മനിയിലും കെട്ടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഞാനൊരുത്തി ശാന്തന്മാരുടെ അടുക്ക കിടന്ന് ശ്വാസം മുട്ടുന്നു. എന്റെ തലയിലെഴുത്ത് കാണുന്നുണ്ടോ കർത്താവേ? ചുമ്മാ ഇരിക്കുന്നു. മോളി വാതിലടച്ചേ. വേണ്ട ചാച്ച, ഈ വാതിലല്ലേ അടയ്ക്കാനാവൂ? എന്താ ക്ലാര ചെയ്ത്? എനിക്ക് നീ അല്ലാതെ പിന്നെ ആരാ? ഇറ്റാക്കല്ലേ? അതെ. ഇത് ഞാനാരാ? കുഞ്ഞളേമ്മ കണ്ണ് കണ്ട പോലെ ഇരിപ്പുണ്ട്. ആഹാ, കുഞ്ഞളമ്മയോ? ഞാൻ ഡോക്ടർ ഒന്ന് ഇട്ടോട്ടെ. എടി കൊച്ചേ, എവിടെ ഒരു ഇടിച്ചേർക്കാണല്ലോടി. എടി പെണ്ണേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ഇടരുതെന്ന്? പോയി മാറ്. ശരി നിൽക്കുന്നു. ഇത്താക്കച്ചൻ ചെറുപ്പോ ഇല്ലയോ? എന്റെ അങ്ങൊരു ഓച്ചറക്കാരി പെണ്ണുണ്ടായിരുന്നതിന്റെ ഗതികേട് ഞാൻ അനുഭവിച്ചവളാണേടിയേ. നിന്റെ പൈലിപ്പാപ്പൻ അവളെ ഇടവും വലവും തിരിയാൻ സമ്മതിക്കുമായിരുന്നു. എന്റെ കുരിശുമേ കർത്താവേ, ഈ ഓണെന്ന് പറഞ്ഞ വർഗത്തിന് അടുക്കളപ്പണിക്ക് കുരുവികളില്ലെങ്കിൽ ഒരു തൃപ്തിയുമില്ല. ചത്തപ്പോ ഒരുപിടി കുരുവികളല്ലയോ കരഞ്ഞത്? എവളുമാരൊക്കെ ആരാ? ആരാളെന്നേ? കൂത്ത അനാമത്ത്